അറിഞ്ഞോ, 100ാമത്തെ റാംസാർ സൈറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യപ്പെട്ടു. എന്താ ഈ റാംസാർ സൈറ്റ്? 1971 ഇറാനിലെ റാംസർ എന്ന സ്ഥലത്ത് വെച്ച് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ ഒപ്പുവെച്ച റാംസർ ഉടമ്പടി പ്രകാരം രാജ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രസക്തിയുള്ള വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് സംരക്ഷിക്കേണ്ടതുണ്ട്. വലിയ ജൈവസമ്പത്തുള്ള പവിഴപ്പുറ്റുകളും കണ്ടൽക്കാടുകളും ചതുപ്പുകളും ഒക്കെ അതിൽപ്പെടും. റാംസാർ ഉടമ്പടിയിൽ ഇന്ത്യ പങ്കുചേർന്നത് 1982 ആദ്യമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത വെറ്റ്ലാൻഡ്സിലൊന്ന് ഒഡീഷയിലെ ചിലിക്ക ലേക്കാണ്. 52 ശുദ്ധജല നദികളും ബംഗാൾ ഉൾക്കടലും ചേർന്ന് ഒഡീഷ തീരത്തുണ്ടായ ഉപ്പ് തടാകമാണ് ചിലിക്ക ലേക്ക്. ഭൂമിയിലെ ഒരു സ്വർഗമാണ്, തിളങ്ങുന്ന പച്ച തുരുത്താണ്, പ്രകൃതിയെ ആഘോഷിക്കുന്ന ഇടമാണ്. 315 പരം ഇനം മത്സ്യസമ്പത്ത്, അത് കൊതിച്ച് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പസഫിക്കിൽ നിന്നും സൈബീരിയയിൽ നിന്നും ഒക്കെ കടലുകളും സമുദ്രങ്ങളും താണ്ടി പറന്നിറങ്ങുന്ന അമൂർ ഫാൽക്കോൺ, ഫ്ലെമിംഗോ ഉൾപ്പെടെയുള്ള അതിഥികളും അവരെ വരവേൽക്കാൻ നിൽക്കുന്ന ഇറാവാടി ഡോൾഫിനുകളും ഇതിനിടയിൽ മത്സ്യബന്ധനം നടത്തുന്ന മനുഷ്യരും ഒരുമിച്ച് മത്സരിച്ച് നടത്തുന്ന മത്സ്യവേട്ടയും ചിലിക്കയെ ഭൂമിയിലെ സർവ്വജീവികളുടെയും ഊഷ്മള സംഗമ വേദിയാക്കി മാറ്റുന്നു. ആദ്യ റാംസാർ സൈറ്റുകളിലൊന്ന് ആ ചിലിക്ക തടാകമായിരുന്നുവെങ്കിൽ ഇപ്പോൾ 100ാമത്തെ റാംസാർ സൈറ്റായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു തടാകമാണ്. ഗംഗാ നദി തിരിഞ്ഞു മറിഞ്ഞ് ഗതിമാറി ഒഴുകിയപ്പോൾ രൂപപ്പെട്ട ഒരു തുരുത്ത്, ഉത്തർപ്രദേശിലെ സുർഹത്താൽ തടാകം. ജയപ്രകാശ് നാരായൺ ബേർഡ് സാഞ്ചുറി അവിടെയാണ്. മീൻ പിടിക്കാൻ പല രാജ്യങ്ങളിൽ നിന്ന് വർണ്ണച്ചിറകുകൾ വീശി ഒട്ടേറെ സുന്ദര പക്ഷികൾ പറന്നിറങ്ങുന്ന ഇടം. അവിടെ തീരത്തെ ചെടികൾക്കിടയിൽ ദാ ഒരാൾ മറിഞ്ഞിരിപ്പുണ്ട്. അവനാണ് മീൻ പിടിയൻ പൂച്ച, ഫിഷിംഗ് ക്യാറ്റ്. ഇനിയും കണ്ടെത്താനുണ്ട് ഭൂമിയിൽ ഇത്തരം സ്വർഗങ്ങൾ. ഇനിയും സംരക്ഷിക്കാനുണ്ട് നമുക്ക് ഭൂമിയിലെ ഇത്തരത്തിലുള്ള പച്ചത്തുരുത്തുകൾ. നമുക്ക് അവരെ ശല്യം ചെയ്യാതിരിക്കാം. പ്രകൃതി ആഘോഷിക്കട്ടെ.